യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് കുട്ടികൾ ചോദിക്കുന്നത് ബൾഗേറിയയാണ്. കാരണം യൂറോപ്യൻ യൂണിയനിൽ തന്നെ കുറഞ്ഞ ഫീസിൽ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന രാജ്യങ്ങളിലൊന്നാണ് ബൾഗേറിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ബൾഗേറിയ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഒരുപാട് മുന്നേ പോകാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബൾഗേറിയന്റെ മെറിറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, ബൾഗേറിയ ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്. അതുപോലെ തന്നെ ഒരു ഷെങ്കൻ രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 29 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും വിത്തൗട്ട് ലൈസൻസിങ് എക്സാം പോവാൻ പറ്റും എന്നുള്ള ബെനിഫിറ്റ്. രണ്ടാമത്തെ കാര്യം, ബൾഗേറിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ ബൾഗേറിയയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ലൈസൻസിങ് എക്സാം ഒന്നുമില്ല. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്ത ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഇന്ന് ബൾഗേറിയയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ബൾഗേറിയൻ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രം മതി. കാരണം അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ബൾഗേറിയൻ ലാംഗ്വേജ് സംസാരിക്കാനും ഹാൻഡിൽ ചെയ്യാനും അറിയാൻ പറ്റുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇന്നത്തെ ഈ സമയത്ത് ബൾഗേറിയയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ജോലി കിട്ടാനുണ്ട്. നാലാമത്തെ കാര്യം, ബൾഗേറിയയിൽ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും 9 മാസത്തെ ജോബ് സീക്കർ വിസ, അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേ ബാക്ക് അവിടെ കിട്ടും എന്നുള്ള മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ള രാജ്യങ്ങൾ കമ്പയർ, ഇപ്പൊ ജോർജിയ പോലുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൾഗേറിയയുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി വളരെ ഹൈ ആണ്. അതായത് ബൾഗേറിയ EU ഡിറക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിൽ ബൾഗേറിയ വളരെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. ആറാമത്തെ കാര്യം, ബൾഗേറിയയിലുള്ള ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമേ അവർ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ അത്രമാത്രം സ്റ്റുഡൻസ് മാത്രമേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റികൾ അണ്ടറിലും ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടായതുകൊണ്ടും നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ് ബൾഗേറിയയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അവർ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ബൾഗേറിയൻ ലാംഗ്വേജ് പഠിച്ച് പ്രൊഫസേഴ്സിന് അങ്ങോട്ട് പോയി ഇന്ററാക്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ് കിട്ടാനും നല്ലൊരു ഡോക്ടറായിട്ട് മാറാനും പറ്റിയ രാജ്യമാണ് ബൾഗേറിയ. ഏഴാമത്തെ മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ഷെങ്കൻ വിസയാണ്. അതുകൊണ്ട് തന്നെ വെക്കേഷന്റെ 2 മാസത്തെ സമയത്ത് മറ്റുള്ള ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് കുട്ടികൾക്ക് കുറഞ്ഞ എക്സ്പെൻസിൽ ടൂർ പോകാനും ആ രാജ്യങ്ങൾ കണ്ടുവരാനും, അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ യൂറോപ്പിന്റെ സ്റ്റൈൽ എന്താണ്, അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ച് വരാൻ കുട്ടികൾക്ക് പറ്റാറുണ്ട്. എട്ടാമത്തെ കാര്യം, ബൾഗേറിയയിൽ കഡാവർ അവൈലബിൾ ആണ്. കഡാവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അനാട്ടമി പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ബൾഗേറിയയിലെ അടുത്തൊരു മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൾഗേറിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ ബൾഗേറിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും 5 ഇയേഴ്സ് കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണെന്നുള്ള അവിടുത്തെ പഠിച്ചിറങ്ങിയ കുട്ടികളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമെങ്കിൽ പോലും അവിടെയുള്ള ബൾഗേറിയയിലെ എംബസി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള NMC ഗൈഡ്ലൈൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ബൾഗേറിയയുടെ ഡിമെറിറ്റ് നോക്കുന്ന സമയത്ത് ജോർജിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫീസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് 9,000 യൂറോ മുതൽ 10,000 യൂറോ വരെ, അതായത് 9 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ഫീസ് വരാറുണ്ട്. ജോർജിയയിൽ 5.5 ലക്ഷം രൂപ വരെ ഫീസുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. എന്നാൽ ജോർജിയയുടെയും ബൾഗേറിയയുടെയും കരിയർ ഓപ്ഷൻസ് വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജോർജിയ ചൂസ് ചെയ്യരുത്, ബൾഗേറിയ മാത്രമേ ചൂസ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് കരിയറിൽ അത്രമാത്രം വ്യത്യാസവും അത്രമാത്രം കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി ബൾഗേറിയയുടെ രണ്ടാമത്തെ ഡിമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾഗേറിയയിലെ ലിവിംഗ് എക്സ്പെൻസ് ആണ്. ബൾഗേറിയയിലെ ലിവിംഗ് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. അതായത് 30,000 മുതൽ 50,000 രൂപയാണ് ഡിപ്പെൻസ് ഓൺ സിറ്റി ബൾഗേറിയയിലെ ലിവിംഗ് എക്സ്പെൻസ് വരുന്നത്. മൂന്നാമത്തെ കാര്യം, ബൾഗേറിയയിലെ യൂണിവേഴ്സിറ്റികളെല്ലാം വളരെ കുറച്ച് അഡ്മിഷൻസേ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബൾഗേറിയയിലുള്ള മലയാളി സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിറ്റി അത്രമാത്രം വലുതല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളോ അല്ലെങ്കിൽ ഇന്ത്യൻ പരിപാടികളോ ഒന്നും ബൾഗേറിയയിൽ ഇല്ല. അതുകൊണ്ട് സ്റ്റുഡന്റ് ലൈഫ് ജോർജിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൾഗേറിയ വളരെ നോർമലാണ്. നാലാമത്തെ കാര്യം, മറ്റ് യൂറോപ്യൻ കൺട്രീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഹംഗറി, പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൾഗേറിയന്റെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് കുറവാണ്. എന്നാൽ നമ്മളെ രാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന ഏഷ്യയിലെ രാജ്യങ്ങളോ ഒന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബൾഗേറിയനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ 3rd ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.